ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേറ്ററിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേറ്ററിനെ കുറിച്ചാണ്. ആക്സിലറേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ആരും പഠിപ്പിക്കാത്ത ഒരു പോർഷനാണ്. അതിന് ആക്സിലറേറ്ററിന് ആരും അത്രയും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആക്സിലറേറ്റർ കൊടുക്കൂ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നു, എടുക്കാൻ പറഞ്ഞാൽ കാലെടുക്കുന്നു. പക്ഷേ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാഠഭാഗമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഡ്രൈവിങ്ങിൽ എന്തുകൊണ്ട് ഒരു കുട്ടി അതിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പെർഫോമൻസ് ലെവൽ ഉയരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിനകത്ത് പേടിയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേടി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആക്സിലേറ്റർ കൊടുക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് വണ്ടിയെ നന്നായി ഓടിക്കാൻ കഴിയാത്തതും അതിൻ്റെ പേടി മാറാത്തതും. അപ്പം നമ്മൾ പേടി മാറണമെങ്കിൽ ഏത് കൊടുത്തോടിക്കണം? ആക്സിലറേറ്റർ. അപ്പോൾ ആക്സിലറേറ്റർ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആക്സിലറേറ്റർ. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നത് നമ്മളെ വലത്തെ കാലിലെ തള്ളവൽ കൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ആക്സിലറേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ചിട്ട് ഒരു പോയിന്റ് മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? ആക്സിലറേറ്റർ. ഒരു പോയിന്റ് മാത്രം ആക്സിലറേറ്റർ കൊടുക്കണം. ഫസ്റ്റിൽ കൊടുക്കുന്നത് ആ ഒരു പോയിന്റാണ്. അത് കൊടുത്തിട്ട് മാത്രമേ പിന്നെ നമ്മൾ വേഗതയ്ക്കനുസരിച്ച് ഏത് ചവിട്ടി താഴ്ത്താവും? ആക്സിലറേറ്റർ. അപ്പോൾ ഇവിടെ പല കുട്ടികളും ആക്സിലറേറ്റർ കൊടുക്കുന്നത് ഒരു ചവിട്ടാണ്, എടുക്കാൻ പറഞ്ഞാൽ ഒരെടുപ്പാണ്. അപ്പം വണ്ടി ഇങ്ങനെയാവും. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെയാവും, എടുക്കുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അവർ കൊടുക്കുന്നത് അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ചില കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ. ചിലർ ആക്സിലറേറ്റർ കൊടുക്കുന്നതും എടുക്കുന്നതും വണ്ടിയിൽ അറിയുകയില്ല. അപ്പോൾ നമ്മളൊരു വാഹനത്തിൽ എന്ത് ചെയ്യുമ്പോഴും വാഹനത്തിൽ അറിയാത്ത രീതിയിലായിരിക്കണം നമ്മൾ വണ്ടിയെ കൺട്രോൾ ചെയ്യേണ്ടത്. ആക്സിലറേറ്റർ, ബ്രേക്കിംഗ് ഒക്കെ അതിൻ്റെ പ്രധാന ഉപകരണങ്ങളാണ്. ഇപ്പം നമ്മൾ പഠിക്കുന്നത് ആക്സിലറേറ്ററിനെ കുറിച്ച് മാത്രമാണ്. അപ്പം നമ്മൾ എപ്പോഴും ആക്സിലറേറ്റർ കൊടുക്കാൻ പറഞ്ഞാലും നമ്മുടെ വലത്തേ കാലിലെ തള്ളവിരലാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്? ആക്സിലറേറ്റർ പെഡലിൽ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തള്ളവിരൽ മാത്രമല്ല, രണ്ട് വിരലൂടെ വയ്ക്കാനുള്ള സ്പേസ് ഇപ്പോഴത്തെ വണ്ടികളുടെ ആക്സിലറേറ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് തള്ളവിരലും അതിൻ്റെ അടുത്ത വിരലും ചേർത്ത് നമുക്ക് ആക്സിലറേറ്റർ പെഡലിൽ വയ്ക്കാം. പക്ഷേ വച്ചിട്ട് നമ്മളങ്ങ് ചവിട്ടിക്കളയരുത്. എപ്പോഴും ആക്സിലറേറ്റർ കൊടുക്കാൻ പറയുമ്പോഴും സാങ്കല്പികമായി വളരെ നമ്മൾ ശ്രദ്ധിച്ച് ഒരു പോയിന്റ് കൊടുത്ത് ആ എഞ്ചിൻ്റെ സ്പീഡ് കൂടുന്ന മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ ചവിട്ടി താഴ്ത്താവൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചവിട്ടി താഴ്ത്തണം. അത് എപ്പോഴും ചോദിച്ചാൽ ഒരു ഗിയറിൽ നിന്ന് മറ്റൊരു ഗിയറുകൾ മാറുന്നതിന് മുൻപാണ്. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ഫസ്റ്റിൽ തുടങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ആ ഗിയർ ചേഞ്ചിങ് അവർക്ക് പിടികിട്ടില്ല. അപ്പം മേഘയ്ക്ക് അത് പിടികിട്ടില്ല. പക്ഷേ വരും ക്ലാസ്സുകളിൽ അത് മനസ്സിലാവും. അപ്പോൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഏത് കൊടുത്ത് സ്പീഡ് വരുത്തണം? ആക്സിലേറ്റർ. അങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തിയാലേ നമ്മൾ പ്രാക്ടീസ് ലെവൽ വരുള്ളൂ. പകരം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാതെ, ചില കുട്ടികൾ ഞാൻ വണ്ടിയെ ആക്സിലേറ്റർ കൊടുക്കേണ്ട ടൈം ആയാലും അവർ കൊടുക്കില്ല. ആക്സിലേറ്റർ കൊടുക്കാൻ താമസിക്കും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വരുത്തിയ സ്പീഡ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലേറ്റർ. അപ്പം നമ്മുടെ തള്ളവിരലാണ് നമ്മൾ ആക്സിലേറ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ തള്ളവിരൽ വച്ചിട്ട് ഒരു പോയിന്റ് ചവിട്ടി നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ ആക്സിലേറ്റർ 1, 2, 3, 4, 5 എന്നിങ്ങനെ ചവിട്ടി താഴ്ത്തുന്നതും അത് 5 എന്ന് പറയുന്ന ഒരു സാങ്കല്പിക നമ്പറിൽ കൊണ്ട് നിർത്തുന്നത്. കാരണം ഈ 5 എന്ന് പറയുന്ന ഈ സാങ്കല്പിക നമ്പറാണ് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന സ്പീഡ്. ഈ 5നേക്കാൾ കൂടി പോകുമ്പോൾ ഓവർ സ്പീഡാവും. നമ്മൾ കൂടെ ഇരിക്കുന്ന അച്ഛനോ അല്ലെങ്കിൽ ബ്രദറോ ഒക്കെ പറയും, നീ ഇത്രയും വേഗതയിൽ ഓടിക്കേണ്ട, സ്പീഡ് കൂടുതലാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ 5ൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്നത്. പക്ഷേ 5ൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുമ്പോൾ ഫ്രണ്ടിലൊരു കയറ്റം വരുന്നെങ്കിൽ 6, 7 ആക്സിലറേറ്റർ കൂട്ടി കയറ്റം കഴിയുമ്പോൾ 6, 5 പഴയ 5ൽ കൊണ്ടുവന്നു. ഇറക്കം വരുമ്പോൾ 4, 3, 2 ഇറക്കം കഴിഞ്ഞു, വീണ്ടും 3, 4, 5 ഇങ്ങനെ മിഡിൽ പൊസിഷനിൽ ആർക്കാണോ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയുന്നത് ആ കുട്ടികളെല്ലാം ആക്സിലേറ്ററിൻ്റെ ക്ലാസ്സുകളിൽ വിജയിച്ചു എന്നർത്ഥം. പകരം കുറയ്ക്കാൻ പറയുമ്പോൾ മുഴുവൻ എടുക്കുകയും കൊടുക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് ചവിട്ടുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ആക്സിലേറ്റർ കൺട്രോൾ പിടികിട്ടുന്നില്ല എന്നർത്ഥം. അപ്പോൾ അവർ ഇവിടെ ഇരുന്ന് നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിലിരുന്ന് കാലുകൊണ്ട് ഇങ്ങനെ ആക്സിലേറ്റർ ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റമാക്കി വെച്ചേക്കാണ്. കാരണം ചില കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന കാണാൻ പറ്റില്ല. അപ്പം നമുക്കിത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കാലുകൊണ്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്സിലേറ്ററിൻ്റെ സംഭവം. പിടികിട്ടിയോ? ആക്സിലേറ്റർ കൊടുക്കുന്നതും എടുക്കുന്നതും സാവധാനത്തിലായിരിക്കണം. ഫസ്റ്റിൽ കൊടുക്കുന്നത് ഒരു പോയിന്റ് കൊടുത്ത് നിർത്തിയിട്ട് മാത്രമേ ചവിട്ടി താഴ്ത്താവൂ. ആവശ്യങ്ങൾക്കനുസരിച്ച് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടേയിരിക്കണം. സ്പീഡ് എപ്പോഴെങ്കിലും നമുക്ക് സ്പീഡ് കൂടുന്നു തോന്നിയാൽ ആക്സിലേറ്റർ കുറയ്ക്കുക. ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ വേഗത കുറയും.
അപ്പോൾ ഇതാണ് വാഹനത്തിന്റെ ആക്സിലറേറ്റർ. അപ്പോൾ നമ്മൾ വലത്തേ കാലിന്റെ തള്ളവിരൽ കൊണ്ടാണ് നമ്മൾ ആക്സിലറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തള്ളവിരലിന് പകരം വേണമെങ്കിൽ രണ്ട് കാലൊക്കെ സപ്പോർട്ട് ചെയ്യാം, കാരണം അപ്പം വലിയ ആക്സിലറേറ്റർ പെടലാണ്. അപ്പോൾ നമ്മൾ ആക്സിലറേറ്ററിൽ കാല് വെച്ചിട്ട് ഫസ്റ്റിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ 1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തണം. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റ് മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് 1, 2, 3, 4, 5 അങ്ങനെ കുറെ പോയിന്റുകളുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റിൽ ആക്സിലറേറ്റർ കൊടുക്കേണ്ടത് ഈ ഒരൊറ്റ പോയിന്റിലാണ്, 1 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 1 നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എഞ്ചിന്റെ സ്പീഡ് കൂടുന്നത് നമുക്കറിയാൻ പറ്റും. എഞ്ചിന്റെ വേഗത അല്പം വർദ്ധിച്ചു, 2 അല്പം കൂടെ വർദ്ധിച്ചു, 3 അല്പം കൂടെ വർദ്ധിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ എത്രയാണ് ആക്സിലറേറ്റർ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഓടിക്കുന്ന റോഡിനെ ആശ്രയിച്ചാണ് നമ്മൾ ഈ അഡ്വാൻസ് ആക്സിലറേറ്റർ കൊടുക്കുന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരു കുഴിയിൽ നിന്നൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ആ 1 കഴിഞ്ഞിട്ട് 2, 3, ഒരുപക്ഷെ 4 വരെ കൊണ്ടുവന്നാലേ ആ കയറ്റം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ നമുക്ക് കയറാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ പയ്യെ സാവധാനം ആക്സിലറേറ്റർ കുറയ്ക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതും എടുക്കുന്നതും സാവധാനത്തിലായിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്സിലേറ്റർ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു പോയിന്റ് കൊടുത്തു വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചവിട്ടി താഴ്ത്താം. 2, 3, 4, 5 നമ്മൾ ഈ അഡ്വാൻസ് ആക്സിലേറ്റർ കൊടുക്കുന്നത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഒരു കുഴിയിൽ നിന്നൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ആ 1 കഴിഞ്ഞിട്ട് 2, 3, ഒരുപക്ഷെ 4 വരെ കൊണ്ടുവന്നാലേ ആ കയറ്റം നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയ നമുക്ക് കയറാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ പയ്യെ സാവധാനം ആക്സിലേറ്റർ കുറയ്ക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതും എടുക്കുന്നതും സാവധാനത്തിലായിരിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്സിലേറ്റർ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് കൊടുത്തു. അപ്പോൾ ആ ഒരു പോയിന്റ് കൊടുത്തു വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചവിട്ടി താഴ്ത്താം. 2, 3, 4, 5. അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സ്റ്റേജിൽ കൊടുത്ത് നിർത്തണം. എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി സ്പീഡ് വരുത്തണം. എത്രയാണോ സ്പീഡ് വരുത്തുന്നത് അത്രയും സ്പീഡ് വരുത്തുക. അടുത്ത ഗിയർ ഇടാണെങ്കിൽ പെട്ടെന്ന് ആക്സിലേറ്റർ കുറയ്ക്കുക. ആ പെട്ടെന്ന് ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ എൻഡിൽ കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോഴും ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ട് സാവധാനത്തിലേക്ക് കൊടുത്ത് സ്പീഡ് വരുത്തുക. ഇതാണ് ആക്സിലേറ്റർ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. ആക്സിലേറ്റർ എപ്പോഴും നമ്മൾ ഒരു പോയിന്റ് കൊടുത്തിട്ട് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തുക. ആക്സിലേറ്റർ കുറയ്ക്കേണ്ട സന്ദർഭങ്ങളിൽ സാവധാനം ആക്സിലേറ്റർ കുറയ്ക്കുക. ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയർ വരുമ്പോൾ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തി അടുത്ത ഗിയർ പെട്ടെന്ന് കുറച്ചു അടുത്ത ഗിയർ. അവിടെ അത്രയും സ്പീഡ് വന്ന് നമ്മൾ കുറയ്ക്കാൻ വണ്ടിയിൽ അറിയില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്പീഡുകളിൽ വണ്ടി പോകുമ്പോഴത്തേക്കാണ്, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, ആ ഒരു ദൂരത്തൊക്കെ ആ ഒരു ഗിയറിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കാണ് ഈ കൊടുക്കുന്നതും എടുക്കുന്നതും വണ്ടിയിൽ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയറിലൊക്കെയാണ് വണ്ടി പോകുന്നതെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നതും നമ്മൾ എടുക്കുന്നതും സാവധാനത്തിലായിരിക്കണം. ആ വണ്ടിയിൽ അറിയാത്ത രീതിയിലായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയറിൽ നമ്മൾ വേറൊരു രീതിയിലൂടെ അത് കൺട്രോൾ ചെയ്യും. അത് ക്ലച്ച് നമ്മൾ കൺട്രോൾ ചെയ്താണ് ആ ഒരു ഇത്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട. ഇപ്പം നമ്മൾ ഈ ആക്സിലേറ്ററിനെ കുറിച്ച് മാത്രം ചിന്തിക്കണം. ഇപ്പോൾ ആക്സിലേറ്ററും ക്ലച്ചും നമ്മളെ കോമ്പിനേഷനെ കുറിച്ച് പിന്നെ നമ്മൾ പഠിക്കും. ഇപ്പം നമ്മൾ പഠിക്കുന്ന ആക്സിലേറ്റർ. ആക്സിലേറ്റർ എപ്പോഴും കൊടുക്കുന്നത് ആക്സിലേറ്ററിൽ കാല് വയ്ക്കുക, സാവധാനത്തിൽ ഇങ്ങനെ ചവിട്ടി താഴ്ത്തുക. എന്നിട്ട് അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു 1, 2, 3, 4, 5 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കയറ്റം വന്നു, അല്പം ആക്സിലേറ്റർ കുറച്ചു. അപ്പം വീണ്ടും പിന്നെ കയറ്റം വന്നു, ആക്സിലേറ്റർ കൂടുതൽ കൊടുത്തു. ഇറക്കം വന്നു, ആക്സിലേറ്റർ കുറച്ചു. ഈ കൺട്രോളെല്ലാം മിഡിൽ ആക്സിലേറ്ററിലാണ് ഇങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അല്ലാതെ മുഴുവൻ കാലും എടുത്ത് മുഴുവൻ ചവിട്ടിയല്ല. അപ്പോൾ എപ്പോഴും ആക്സിലേറ്റർ കുറയ്ക്കാൻ പറയുമ്പോഴും കാല് ആക്സിലേറ്ററിൻ്റെ പുറത്ത് തന്നെ റെസ്റ്റ് ചെയ്യണം. കാല് മാറ്റിയെടുത്ത് താഴെ വയ്ക്കണം. വണ്ടി ഓടിക്കാനിരിക്കുന്ന ഒരാളിൻ്റെ കാലിരിക്കേണ്ടത് ഒന്നുകിൽ ആക്സിലേറ്റർ അല്ലെങ്കിൽ ബ്രേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും നമ്മളെ കാല് ആക്സിലേറ്ററിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ സ്ലോ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കുറച്ചു. വീണ്ടും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടേ പിന്നെ ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്താം. കുറയ്ക്കാൻ പറഞ്ഞാൽ സാവധാനം കുറയ്ക്കും. കൊടുക്കാൻ പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു പോയിന്റിൽ ഒരു ശകലം കൊടുത്തിട്ട് ഒന്ന് കൊടുത്ത് നിർത്തിയിട്ട് പിന്നെ ആക്സിലേറ്റർ ചവിട്ടുക. അല്ലാതെ ഒരു ചവിട്ടല്ല. അപ്പോൾ ഒരു ചവിട്ടുന്ന കുട്ടികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്സിലേറ്ററിൽ കാല് വെച്ച് സാവധാനം കൊടുക്കുന്ന ഒരു പ്രാക്ടീസ് നിങ്ങൾ വളർത്തിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി കാർ ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാക്കി, ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വണ്ടിയിൽ അതുപോലെ ചെയ്യുമ്പോൾ ഇതെല്ലാം കരകയറാൻ പറ്റും. അല്ലാതെ ഒരു ചവിട്ടും ഒരു എടുപ്പും തന്നെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലോസ് ആവുന്നതല്ലാതെ ആ ക്ലാസ്സുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്സിലേറ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്. ആക്സിലേറ്റർ കിട്ടാത്ത കുട്ടികളൊക്കെ
ഇത് നന്നായി കണ്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യും. ഓക്കെ. അതുപോലെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആക്സിലേറ്ററിൻ്റെ പുറത്ത് കാല് വയ്ക്കും. മുഹമ്മദിൻ്റെ കാല് ആക്സിലേറ്ററിലിരുന്ന് ബ്രേക്കിലില്ല. എവിടെ വയ്ക്കാൻ പാടുള്ളൂ? ആക്സിലേറ്റർ അല്ലെങ്കിൽ ബ്രേക്ക്. ഇപ്പം നോക്കിയാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആക്സിലേറ്റർ കൺട്രോളിൽ വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ്. മുഹമ്മദ് അലി ഒരു പോയിൻ്റ് മാത്രം ആക്സിലേറ്റർ കൊടുക്കൂ, മതി. കണ്ട ഇത്രയേ പാടുള്ളൂ. ആക്സിലേറ്റർ കുറയ്ക്കൂ, മതി. ആക്സിലേറ്റർ കൊടുക്കൂ, മതി. അപ്പോൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കുന്ന ഫസ്റ്റ് പോയിൻ്റ് ഒരു പോയിൻ്റേ കൊടുക്കാം. അല്പം കുറയ്ക്കും മുഹമ്മദ് അലി. കണ്ട ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു പോയിൻ്റ് കൊടുക്കും. ഈ ഒരു പോയിൻ്റ് കൊടുക്കുമ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടുന്ന അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് കൂടെ കൊടുക്കൂ, ഒന്നുകൂടെ കൊടുത്തോ. ഇനി ഇവിടെ നമുക്ക് സ്പീഡ് കൂട്ടിയെടുക്കാം. സ്പീഡ് കൂട്ടൂ. തെറ്റിപ്പോയി. അപ്പോൾ ഈ ആക്സിലേറ്റർ കുറയ്ക്കൂ. ഓക്കെ. ഇപ്പം തന്നെ മുഹമ്മദ് ഞാൻ പറഞ്ഞു സ്പീഡ് കൂട്ടാൻ പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി അറിയാതെ ആക്സിലേറ്റർ കുറച്ചു. ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. എപ്പോഴും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ പറഞ്ഞാലും നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കണം. പക്ഷേ പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്ത് കളയും? ആക്സിലേറ്റർ കുറച്ച് കളയും. പിടിയില്ല. മുഹമ്മദ് അലി ആക്സിലേറ്റർ കംപ്ലീറ്റ് കുറച്ചേക്കല്ലേ? ഒരു പോയിൻ്റ് ആക്സിലേറ്റർ കൊടുക്കൂ, ഒരു പോയിൻ്റ് മാത്രം മതി. അവിടെ നിർത്തിയിട്ട് ഇനി ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തു. സ്പീഡ് കേട്ട് പെട്ടെന്ന് ആക്സിലേറ്റർ കുറയ്ക്കും. അത് മുഴുവൻ ചവിട്ടരുത്, പകുതി വരെ പോകാവും കേട്ടോ. ഓക്കെ. ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുക്കും, മതി. ആദ്യം അത് കൂടിപ്പോയി. ഒരു പോയിൻ്റ് കൊണ്ട് നിർത്തും. ഒരു പോയിൻ്റ് നിർത്തിയിട്ട് ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്തിട്ട് സ്പീഡ് വരുത്തു. 2, 3, 4 ചവിട്ടിക്കൊണ്ടിരിക്കും. 5. ഓക്കെ. സ്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴും ആക്സിലേറ്റർ കുറയ്ക്കണം. രണ്ടാമത്തെ സ്ലോ. കാലെവിടെ പോകണം? അല്ല, ബ്രേക്ക് ചെയ്ത് സ്ലോ. കാല് ഉയർത്തി ചവിട്ട്. കണ്ട തള്ള വിരൽ മാത്രം ബ്രേക്ക് പെടലിൻ്റെ താഴെ അടിയിലും ഒന്നുമല്ല. ഉയർത്തി ചവിട്ടു കാല്. ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും. ബ്രേക്ക് ചവിട്ടുമ്പോഴേ ബ്രേക്ക് അപ്ലൈ ആവുള്ളൂ. തൊട്ടാൽ പോരെ. കണ്ട ഇപ്പോഴാണ് ബ്രേക്ക് ആയത്. മുഹമ്മദ് അലി ഞാൻ ബ്രേക്ക് ചെയ്യുമ്പം ആ ബ്രേക്ക് പെടലിൻ്റെ പുറത്ത് കാല് വെച്ചതേ ഉള്ളൂ. അങ്ങനെയല്ല, ബ്രേക്ക് പെടലിൽ ചവിട്ടി അത് ടൈറ്റ് ആവുന്ന ഭാഗത്ത് വെച്ചിട്ട് വേണം അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ബ്രേക്ക് വിടൂ, കാല് ആക്സിലേറ്ററിൽ വയ്ക്കൂ. ഒരു പോയിൻ്റ് മാത്രം കൊടുക്കൂ. ഒരു പോയിൻ്റ് കൊടുത്ത് നിർത്തി വണ്ടി പോയി തുടങ്ങിയിട്ട് ആക്സിലേറ്റർ കൊടുക്കൂ. സ്ലോ സ്ലോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് മാത്രം കുറച്ചാൽ മതി. ആക്സിലേറ്റർ രണ്ടാമത്തെ സ്ലോ പറയുന്നെങ്കിൽ കാലെവിടെ പോകാവൂ? ബ്രേക്കിൽ. വീണ്ടും ആക്സിലേറ്റർ കൊടുക്കൂ. സ്ലോ. രണ്ടാമത്തെ സ്ലോ പോവാം. പയ്യെ 1 കൊടുത്തിട്ട് 2, 3, 4, 5 സ്ലോ. രണ്ടാമത്തെ സ്ലോ പോവാം. ആക്സിലേറ്റർ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ട്. അവിടെ ഒരാൾ കുറുകെ ചാടിയതാണ്. ഇങ്ങനെ ബ്രേക്കിലും ആക്സിലേറ്ററിലും കാല് മാറി ചവിട്ടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ അറപ്പ് മാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നിരന്തരം ഈ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സുകളിലുള്ളത് സ്റ്റിയറിംഗ്, ആക്സിലേറ്റർ, ബ്രേക്കാണ്. അത് നമുക്ക് ചെയ്യാനുള്ള പ്രാക്ടീസാണിത്. അപ്പോൾ ഇത് നന്നായി ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആക്സിലേറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ആക്സിലേറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് കാല് വെച്ചാണ് ആക്സിലേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. പയ്യെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റ് കൊണ്ട് നിർത്തണം, മതി. അല്ല, ഒന്നുകൂടെ ആക്സിലേറ്റർ കുറച്ചിട്ട് ആദ്യത്തെ പോയിന്റിൽ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തിയല്ലോ, മതി. ഇനി സാവധാനം ആക്സിലേറ്റർ കൊടുക്കൂ. 1, 2, 3, 4, 5. ഈ 5 എന്ന് പറയുന്ന ഈ ഒരു സാങ്കല്പിക നമ്പറാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വേഗത എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുകയാണ് പയ്യെ സ്ലോ എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കണം. ആക്സിലേറ്റർ കുറയ്ക്കൂ. മുഴുവൻ കുറച്ചു. വീണ്ടും ഞാൻ പറയുന്നത് ആക്സിലേറ്റർ കൊടുക്കാം. ഒരു പോയിൻ്റ് നിർത്തിയിട്ട് വീണ്ടും കൊടുക്കൂ. വെരി ഗുഡ്. ഓക്കെ. 1, 2, 3, 4, 5 മതി. ഇപ്പോൾ 5 വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ. ഫ്രണ്ടിലൊരു കയറ്റം വന്നു. 6, 7 മതി. കയറ്റം കഴിഞ്ഞു. 6, 5 ഇറക്കം വന്നു. 4, 3, 2 ഇറക്കം കഴിഞ്ഞു. 3, 4, 5 ഇങ്ങനെ മിഡിൽ പൊസിഷനിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന കുട്ടിക്ക് മാത്രമേ ആക്സിലേറ്റർ കൺട്രോൾ പിടികിട്ടുള്ളൂ. ചില കുട്ടികൾ മുഴുവനും എടുത്തു കളയും, അതുപോലെ മുഴുവൻ ചവിട്ടുകയും ചെയ്യും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സ്ലോ എന്ന് പറയും. അപ്പോൾ ഏത് കുറയ്ക്കണം? ആക്സിലേറ്റർ പൂർണ്ണമായും കുറയ്ക്കൂ, നന്നായിട്ട് കുറയ്ക്കൂ. ഓക്കെ. രണ്ടാമത്തത് വീണ്ടും ഞാൻ സ്ലോ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യണം. അപ്പം ബ്രേക്ക് ചെയ്ത് വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക് പെഡലിൽ കാല് വരേണ്ടത്. ഒറ്റ ചവിട്ടല്ല, ബ്രേക്ക് ചെയ്ത് സാവധാനം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പെഡലിൽ താഴെ പോയി തട്ടുന്ന ഒരു പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അവിടെ വെച്ചാണ് ബ്രേക്ക് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷേ റോഡിലാകുമ്പോൾ വണ്ടിയുടെ വേഗത കുറയുന്ന അറിയാൻ പറ്റും. അവിടെ വെച്ച് കൺട്രോൾ ചെയ്യണം. പയ്യെ ബ്രേക്ക് ലൂസ് ആക്കൂ. ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞു. ബ്രേക്കിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടൻ കാലെവിടെ പോകണം? ആക്സിലേറ്റർ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈ കൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മളത് കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. ആക്സിലേറ്റർ കൊടുക്കൂ. ഓക്കെ. സ്ലോ.
സ്ലോ എന്ന് പറയുമ്പോൾ ഏത് കുറയ്ക്കണം? ആക്സിലേറ്റർ കുറയ്ക്കണം. രണ്ടാമത്തെ സ്ലോ, ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യൂ. വെരി ഗുഡ്, സ്ലോ ചെയ്യണം. പോകാമെന്ന് പറയുമ്പോൾ ഉടൻ ബ്രേക്ക് വിട്ട് കാലം എവിടെ വയ്ക്കണം? ആക്സിലേറ്റർ. വീണ്ടും ആക്സിലേറ്റർ ഒരു പോയിൻ്റ് കൊടുത്ത് നിർത്തിയിട്ട് പിന്നെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തൂ. സ്പീഡ് വരട്ട്. വെരി ഗുഡ്. സ്ലോ. രണ്ടാമത്തെ സ്ലോ. ഓക്കെ, വെരി ഗുഡ്. പോവാം. ആക്സിലേറ്റർ. സ്റ്റോപ്പ് ഒന്ന് പെട്ടെന്ന് വിളിച്ചാൽ അപ്പോൾ. വെരി ഗുഡ്, കറക്റ്റ്. ആരോ കുറുകെ ചാടുന്നതാണ്, അപ്പോൾ അപ്പോൾ ചവിട്ടിക്കണം. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലേറ്റർ ബ്രേക്കിനെ സംബന്ധിച്ചുള്ള നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊരു എമർജൻസി സിറ്റുവേഷൻ വന്നാലും നമ്മളെ കാല് കറക്റ്റ് ബ്രേക്കിൽ തന്നെ വരും.